അരുൺ വളരെ കഴിവുള്ള ഒരു യുവാവായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം തന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് തുടങ്ങാനായി അവൻ ആഗ്രഹിച്ചു. അവന്റെ ജീവിതത്തിൽ 2 അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒന്ന് രാജീവ്. രാജീവ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിൽ വലിയ താൽപ്പര്യമില്ലെങ്കിലും അരുണിന്റെ ഓരോ ആശയത്തെയും പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ നൽകുകയും ചെയ്യുന്ന സുഹൃത്ത്. രാജീവ് ഒരു തെളിഞ്ഞ കണ്ണാടി പോലെയായിരുന്നു. സത്യം അതുപോലെ പ്രതിഫലിപ്പിക്കും. 2 രാഹുൽ. രാഹുൽ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയുള്ള, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയയുള്ള വ്യക്തിയായിരുന്നു രാഹുൽ. അവൻ അരുണിന്റെ ആശയങ്ങളെ എപ്പോഴും കളിയാക്കി, ഇതൊന്നും ഇവിടെ നടപ്പില്ല, ഇതൊക്കെ വെറും സ്വപ്നമാണ് എന്നു പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. രാഹുൽ ഒരു മങ്ങിയ ചില്ലുപോലെയായിരുന്നു. അവനിലൂടെ ലോകം കാണുമ്പോൾ എല്ലാം മങ്ങിപ്പോകും. അരുൺ ഒരു പുതിയ ആപ്പ് വികസിപ്പിച്ചപ്പോൾ ആദ്യം രാജീവിനെ സമീപിച്ചു. രാജീവ് ആ ആപ്പിന്റെ ന്യൂനതകളും വിപണിയിലെ സാധ്യതകളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊടുത്തു. ഇത് മികച്ച ആശയമാണ് അരുൺ, പക്ഷെ ഈ ഭാഗം ഉപയോക്താക്കൾക്ക് കൂടുതൽ ലളിതമാക്കണം, എന്നാലേ വിജയിക്കൂ. തുടർന്ന് അരുൺ രാഹുലിന്റെ അടുത്തേക്ക് പോയി. രാഹുൽ ഉടൻ പറഞ്ഞു, ഈ ആപ്പിന് ആരെങ്കിലും പണം കൊടുക്കുമോ? വെറുതെ സമയം കളയുകയാണ്. നിനക്ക് വല്ല സർക്കാർ ജോലിക്കും ശ്രമിച്ചുകൂടായിരുന്നോ? എന്തിനാണ് വെറുതെ ഈ പരാജയം തലയിൽ വെച്ചെടുക്കുന്നത്? രാഹുലിന്റെ സംസാരം കേട്ട് അരുൺ പലപ്പോഴും നിരാശനായി. സംരംഭകത്വത്തിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ച് അവൻ സംശയിച്ചു തുടങ്ങി. രാഹുലിന്റെ നെഗറ്റീവ് വാക്കുകൾ ഒരു ഇരുണ്ട മേഘം പോലെ അരുണിന്റെ ആത്മവിശ്വാസം കെടുത്തി. ഒരു നിർണായക ഘട്ടത്തിൽ അരുൺ ഒരു പ്രധാന തീരുമാനമെടുക്കേണ്ടി വന്നു. അവൻ തന്റെ ബിസിനസ് പ്ലാനുമായി മുന്നോട്ടു പോകണോ, അതോ രാഹുൽ പറഞ്ഞതുപോലെ ഒരു സ്ഥിരം ജോലിയിലേക്ക് തിരിയണോ? അവൻ തന്റെ ഉത്കണ്ഠ രാജീവിനോട് പങ്കുവച്ചു. രാജീവ് അപ്പോഴൊരു ചോദ്യം ചോദിച്ചു, അരുൺ, നിനക്ക് ആരാണ് ഏറ്റവും മികച്ച ഉപദേശം നൽകാൻ കഴിയുക? സത്യം അതുപോലെ കാണിച്ചു തരുന്ന കണ്ണാടിയോ, അതോ കാഴ്ചകളെ മങ്ങിച്ചു കളയുന്ന ചില്ലോ? രാഹുലിന് ഒരു കാര്യവും ശ്രമിക്കാനുള്ള ധൈര്യമില്ല. അവൻ ആഗ്രഹിക്കുന്നത് നീയും അവന്റെ അതേ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങി ജീവിക്കണമെന്നാണ്. അവന്റെ പേടി അവൻ നിനക്കും കൈമാറാൻ ശ്രമിക്കുന്നു. രാജീവിന്റെ വാക്കുകൾ അരുണിന് ഒരു വെളിപാടായിരുന്നു. തന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ മാത്രം കഴിവുള്ളവരെയാണ് താൻ സുഹൃത്ത് എന്ന പേരിൽ കൂടെ നിർത്തിയിരുന്നത്. അരുൺ തന്റെ ജീവിതത്തിൽ നിന്ന് രാഹുലിന്റെ സ്വാധീനം പതുക്കെ ഒഴിവാക്കി. അവൻ രാജീവിനെ പോലുള്ള നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയോടെ മുന്നോട്ടു പോവുകയും ആ സ്റ്റാർട്ടപ്പ് വലിയ വിജയമാവുകയും ചെയ്തു. സന്ദേശം: നിങ്ങളുടെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും ദുർബലപ്പെടുത്തുന്നവരെ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങളെ വ്യക്തമായി കാണാനും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പറന്നുയരാൻ സഹായിക്കാനും കഴിയുന്നവരെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത സുഹൃത്തുക്കളായി നിലനിർത്തുക.